ഒരു കൃതജ്ഞതയായിട്ടാണ് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം പറയുന്നത് കേട്ടോ. ഞാൻ ജനിച്ചത് ഒരു ക്രിസ്ത്യാനിയായിട്ടാണെങ്കിലും വിവാഹം ചെയ്തത് ഒരു ഹിന്ദു ബ്രാഹ്മിൻസിനെയാണ്. ആദ്യമൊക്കെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രഗ്നൻ്റ് ആയ ശേഷം എന്നെ എൻ്റെ വീട്ടിലേക്ക് അയച്ചില്ല. കാരണം കുഞ്ഞ് അവരുടെ വീട്ടിൽ ജനിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഭർത്താവിൻ്റെ വീടിരിക്കുന്നത് ഒരു കാടിൻ്റെ ഉള്ളിലാണ്. ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിൽ ബിലാൽക്കൊപ്പ എന്ന സ്ഥലമാണത്. അവിടെ ഹോസ്പിറ്റൽ അടുത്തൊന്നുമില്ല. 30 കിലോമീറ്റർ ദൂരത്തിലാണ് ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. 2012 ഫെബ്രുവരി 19 എനിക്ക് ഡെലിവറി പെയിൻ സ്റ്റാർട്ടായി. വണ്ടി അറേഞ്ച് ചെയ്ത് വന്നപ്പോൾ രാത്രി 9:30 വയറുവേദനയും ഛർദിയും കണ്ടിന്യൂസ് വന്നുകൊണ്ടേയിരുന്നു. 10:30 ഹോസ്പിറ്റൽ റീച്ചായി. നെക്സ്റ്റ് ഡേ ശിവരാത്രി ആയതുകൊണ്ട് ഡോക്ടേഴ്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അമ്മേ, എൻ്റെ അടുത്ത് വരണമേ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. വാട്ടർ പോയി തീർന്നതുകൊണ്ട് സിസേറിയൻ ചെയ്യണമെന്ന് നേഴ്സ് പറഞ്ഞു. ഡോക്ടർ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് എമർജൻസിയായി നേഴ്സ് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അനസ്തേഷ്യ കൊടുക്കുന്ന ഡോക്ടർ വന്നു. ആ ഡോക്ടർ പറഞ്ഞത് കാസർഗോഡ് നിന്ന് ഒരു ഡോക്ടർ വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യണമെന്നാണ്. അങ്ങനെ 2 മണിക്ക് ഡോക്ടർ വന്നു. ഒരു കന്യാസ്ത്രീ ഡോക്ടറായിരുന്നു അത്, അതും മലയാളി. അവരെന്നോട് ഒരുപാട് സംസാരിച്ചു. ആ ഡോക്ടർ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. 2:20 എനിക്ക് നോർമൽ ഡെലിവറി ആയി. ഡിസ്ചാർജ് സമ്മറിയിൽ ഞാൻ നോക്കിയപ്പോൾ ഡോക്ടറിൻ്റെ പേര് മേരി എന്നായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച എൻ്റെ മാതാവ് തന്നെയാണ് എൻ്റെ അടുത്ത് വന്നതെന്ന്.